എറണാകുളം കളക്ടറേറ്റിൽ KSEB ഫ്യൂസ് ഊരിയതുമായി ബന്ധപ്പെട്ട് എന്തായാലും കളക്ടറേറ്റ് ജീവനക്കാർക്ക് ആശ്വാസമാണ്. ഊരിയ 14 ഫ്യൂസുകളും തിരികെ ഘടിപ്പിച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. വിവരങ്ങൾ രോഹിണി, കളക്ടറേറ്റിൽ ഏതാണ്ട് മാസങ്ങളോളമായുള്ള കുടിശ്ശികയായിരുന്നു KSEBക്ക് നൽകാനുണ്ടായിരുന്നത്. അത് 42 ലക്ഷം രൂപയുടെ കുടിശ്ശികയാണ്. പല സർക്കാർ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ഉള്ള ഒരു കടുത്ത പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നു പോകുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് അവിടെ 30ഓളം സ്ഥാപനങ്ങളിൽ നേരിട്ട് ഇത്തരത്തിൽ കുടിശ്ശിക വരുത്തിയത്. 5 മാസത്തിലധികമുള്ള കുടിശ്ശികയുണ്ടായിരുന്നു. 42 ലക്ഷം രൂപയുടെ കളക്ടറേറ്റിൽ ഈ 30 ഓഫീസുകളെയാണ് നേരിട്ട് ഈ ഫീസ് ഊരിയത് ബാധിക്കുകയും ചെയ്തിരുന്നത്. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. KSEB ചെയർമാൻ അടക്കമുള്ള ആളുകളുമായി കളക്ടർ ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് ഈ ഫ്യൂസുകളെല്ലാം തന്നെ തിരികെ ഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിൽ ഇനിയും ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കടുത്ത നടപടിയിലേക്ക് തന്നെ പോകുമെന്ന് KSEB വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 5 മാസത്തെ പണമാണ് കുടിശ്ശികയായി മാറിയിരിക്കുന്നത്. 42 ലക്ഷം രൂപ ഇങ്ങനെ ഈ കാക്കനാട് കളക്ടറേറ്റിലെ വിവിധ ഓഫീസുകളിൽ നിന്ന് KSEBക്ക് നൽകാനുമുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് മൈനിങ് ആൻഡ് ജിയോളജി, ജില്ലാ ലേബർ ഓഫീസ്, ജില്ലാ ഓഡിറ്റ് ഓഫീസ്, എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് എന്നിവിടങ്ങളിലടക്കം ഈ വൈദ്യുതി മുടങ്ങിയിരിക്കുന്ന ഭാഗങ്ങൾ ഇവിടെയെല്ലാമാണ്. ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ഓഫീസ് 92,933 രൂപയാണ് കുടിശ്ശികയായി നൽകാനുള്ളത് എന്ന് KSEB തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ റവന്യൂ വിഭാഗത്തിന് 7,19,554 രൂപയാണ് കുടിശ്ശികയായി അടക്കാനുള്ളത്. അങ്ങനെയാണ് 42 ലക്ഷം രൂപയുടെ കുടിശ്ശിക ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കളക്ടറേറ്റിലെ വിവിധ സ്ഥാപനങ്ങൾ വരുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു നീക്കത്തിലേക്ക് കടന്നത്. എന്നാൽ അത് സാധാരണക്കാരെ ഉൾപ്പെടെ അവിടെ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന ആളുകളെയും ദിനംപ്രതി ജോലികൾ ചെയ്യേണ്ട ജീവനക്കാരെയും എല്ലാം തന്നെ ഒരുപോലെ ബാധിച്ചിരുന്നു. കളക്ടറേറ്റിന്റെ പ്രവർത്തനങ്ങൾ തന്നെ അവതാളത്തിലാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് ഉന്നത തലത്തിൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ ഉണ്ടാകുന്നത്, ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ ഇപ്പോൾ ഊരിയ ഫ്യൂസുകൾ മുഴുവൻ തിരികെ കുത്തിയത്. സ്വാഭാവികമായും നിരവധി സർക്കാർ ഓഫീസുകൾ സമാനമായ സാഹചര്യം തന്നെ നേരിടുന്നുണ്ട്. വലിയ കുടിശ്ശികയാണ് സംസ്ഥാനത്തുടനീളമുള്ള സർക്കാർ ഓഫീസുകൾ KSEBക്ക് വരുത്തിവെച്ചിട്ടുള്ളത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.